കേരള രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുലച്ച വിവാദമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. ഈ വിവാദം കോൺഗ്രസിനെ വല്ലാതെ ഉലച്ചു. യൂത്ത് കോൺഗ്രസിനെ നാഥനില്ലാത്ത അവസ്ഥയാക്കി. സംസ്ഥാനത്ത് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ കത്തിപ്പടരുകയാണ്. ഈ സമയത്ത് സമരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കേണ്ട സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്നിൽ നിന്ന് കുത്തി ഗൂഢാലോചന നടത്തി ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി എന്ന വികാരം യൂത്ത് കോൺഗ്രസിൽ ശക്തമാണ്. അത് പ്രവർത്തകരെ വല്ലാതെ മ്ലാനതയിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായാണ് ഈ സമരങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ആയിപ്പോകുന്നത്. പേരിന് ചില ജില്ലകളിൽ മാത്രമാണ് സമരങ്ങൾ നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നേതൃസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സംസ്ഥാനത്ത് സമരങ്ങളുടെ വേലിയേറ്റം തന്നെ നമ്മൾ കാണേണ്ടി വരുമായിരുന്നു. സംഘടന ഇങ്ങനെ നിശ്ചലമായതിൽ ഞെട്ടലോടെയാണ് കോൺഗ്രസ് നേതൃത്വവും കാണുന്നത്. ഈ വിവാദം എങ്ങോട്ടാണ് പോകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്നിൽ നിന്ന് കുത്തിയതാണോ? ഈ ചോദ്യങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കളോട് തന്നെ ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ട്. എന്തായാലും വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ MLA സ്ഥാനം കളയാൻ വരെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പടരുമ്പോൾ വേറിട്ടൊരു ശബ്ദം നമ്മൾ കണ്ണൂരിൽ നിന്നും കേട്ടു. യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ്റേതായിരുന്നു ആ ശബ്ദം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്നിൽ നിന്ന് കുത്തി എന്ന് അദ്ദേഹം പറഞ്ഞതു മുതൽ സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുകൂലമായ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോഴും അത്തരം പ്രതികരണങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം നിറയുന്നത്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച പരിശോധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ടോ? അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിയതാണോ? നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിജിൽ മോഹൻ. ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതാണ്ട് ഒരു മാസമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. പക്ഷേ ഇതുവരെ ഒരു പരാതി ഈ ആരോപണം ഉന്നയിച്ച യുവതികൾ ആരും തന്നെ മുന്നോട്ട് വന്ന് പരാതി നൽകിയിട്ടില്ല. സംശയം വർദ്ധിക്കുകയാണോ നിങ്ങളുടെ? വലിയ രീതിയിലുള്ള ഗൂഢാലോചന, പിന്നിൽ നിന്ന് കുത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ പുറത്താക്കാനൊരു ശ്രമം നടന്നു എന്നുള്ളത് സംശയം ബലപ്പെടുകയാണോ? ഈ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇതുവരെ ഒരു പരാതി പോലും പൊതുരംഗത്ത് അല്ലെങ്കിൽ പോലീസിന് മുമ്പാകെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പാകെയോ പരാതികൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും ആ ആരോപണവുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്ന രാഹുലിൻ്റേത് എന്ന് പറയപ്പെടുന്ന ഓഡിയോകൾ അല്ലെങ്കിൽ ഇരകളുടേത് എന്ന് പറയപ്പെടുന്ന ഓഡിയോകൾ, ഒന്നും വ്യക്തമല്ലാത്ത ഓഡിയോകൾ, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ വാർത്തകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധി തനിക്കെതിരെ ഉണ്ടായി തുടങ്ങിയ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, എൻ്റെ പേരിൽ ഈ പാർട്ടി ഒരിക്കലും ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരരുത്. എൻ്റെ പേരിൽ ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഈ സർക്കാരിനെതിരെ ശക്തമായ സമരം നയിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ തൻ്റെ പേരിൽ ഈ പാർട്ടി പ്രതിസന്ധിയിലാവരുത്, അല്ലെ തന്നെ ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥ ഈ പാർട്ടിയിലെ പ്രവർത്തകർക്ക് ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു തോന്നലിൻ്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത്. അദ്ദേഹം ഒരു ഉത്തമമായ പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലക്കാണ് ആ രാജിവെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു നീക്കം കുറേ കാലങ്ങളായി കേരള പൊളിറ്റിക്സിലുണ്ട്. അത് ഇടതുപക്ഷത്തിനെ അത്ര ഷാർപ്പായി അറ്റാക്ക് ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു യുവജന നേതാവ്, എനിക്ക് തോന്നി ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും ഷാർപ്പായി അറ്റാക്ക് ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇടതുപക്ഷവും CPIMൻ്റെ ആളുകളും മറ്റ് സംഘടനയുടെ ആളുകളും വളരെ അദ്ദേഹത്തിനെതിരെ ഒരു ലൂപ്പ് പോയിന്റ് കിട്ടാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുമായിരുന്നു.
അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ളൊരു ആരോപണം വരുന്നതും ആ ആരോപണത്തിൽ ഒരു വ്യക്തമായൊരു കഴമ്പ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ BJPയും CPMഉം തയ്യാറായത്. അതൊരു ടാർഗറ്റഡ് അറ്റാക്ക് തന്നെയാണ്. അതിന് ചില മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിന്നു എന്നുള്ളതും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വ്യക്തമായി വരുന്നത് വരെ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു എന്ന് പറയപ്പെടുന്ന കുറ്റം പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിയിക്കപ്പെടുന്നത് വരെ അദ്ദേഹത്തിനെ കുറ്റക്കാരനായി കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുമ്പോൾ അദ്ദേഹം രാജിവെക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. മാത്രമല്ല പാർട്ടി വലിയ രീതിയിലുള്ളൊരു പിന്തുണ അദ്ദേഹത്തിന് നൽകേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ടായിരുന്നു. ഈ വിവാദങ്ങളൊക്കെ വരുന്നു, പെട്ടെന്ന് ഓഡിയോ ഒക്കെ പുറത്തേക്ക് വരുന്നു. പക്ഷെ അവരൊന്നും നിയമപരമായ നടപടിയിലേക്ക് കടക്കാൻ തയ്യാറല്ല. ഇപ്പോഴും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നു. ആ ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ പോലും നിയമപരമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചില്ലായിരുന്നുവെങ്കിൽ കൂടി അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലേ ഈ ഘട്ടത്തിൽ? രാജിവെച്ചത് അദ്ദേഹത്തെ ആരും ഫോഴ്സ് ചെയ്ത് രാജിവെച്ചതല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹം കാരണം ഈ പാർട്ടി പ്രതിസന്ധിയിലാവരുത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വരുന്ന ഒരു ആരോപണം ന്യായീകരിക്കാൻ വേണ്ടി ഈ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ മുന്നിട്ടിറങ്ങേണ്ട ഒരു അവസ്ഥ വരരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അദ്ദേഹം സ്വമേധയാ രാജിവെച്ചതാണ്. അല്ലാതെ ആരും നിർബന്ധിപ്പിച്ച് അദ്ദേഹത്തെ രാജിവെപ്പിച്ചതല്ല. അഭ്യൂഹങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യം, ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം നടത്തി. നിങ്ങൾ കേരള ചരിത്രത്തിൽ ഇന്നുവരെ പരാതിക്കാരിയില്ലാതെ അല്ലെ പരാതിക്കാരനില്ലാതെ ഒരു കേസ് എടുത്തുകൊണ്ട് ഒരു MLAക്കെതിരെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ബയാസ്ഡ് ആയിട്ടുള്ളൊരു കേസ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ എടുത്തിട്ട് ഒരു പോലീസ് അന്വേഷണം ആരംഭിച്ചതായിട്ട് നിങ്ങളുടെ കേരള ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർക്കൊക്കെ എത്ര വലിയ പേടി സ്വപ്നമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം ഇത് എങ്ങനെയെങ്കിലും രാഹുലിനെ ഒതുക്കിയേ തീരൂ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇത്തരം കേസെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആ കേസെടുത്തത് എന്നിട്ട് പോലും അവർ പരാതിക്കാരെ അന്വേഷിച്ച് നടക്കുകയാണ് കേരളത്തിലുടനീളം. രാഹുലിനെതിരെ പരാതിയുണ്ടോ എന്ന് അന്വേഷണം നടക്കുന്നൊരു സാഹചര്യത്തിൽ പോലും കേരള പോലീസ് അതപ്പതിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവർ കേസെടുക്കട്ടെ, അന്വേഷണം നടത്തട്ടെ, രാഹുൽ കുറ്റക്കാരനാണെന്ന് അവർ തെളിയിക്കട്ടെ. ആ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന ആ സമയം വരെ രാഹുൽ കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കാൻ വ്യക്തിപരമായി എനിക്ക് സാധിക്കുകയില്ല. കുറ്റക്കാരനാണ് എന്ന് അദ്ദേഹത്തിന് പോലീസ് ബോധ്യപ്പെടുത്തുന്നു. പോലീസ് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ പോലീസാണ്. ഏത് തരത്തിൽ വേണമെങ്കിലും അവർക്ക് ഈ അന്വേഷണം വളച്ചൊടിക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെയെങ്കിലും അവർ സത്യസന്ധമായി അന്വേഷിച്ച് തന്നെ ഈ കാര്യത്തിൻ്റെ സത്യസന്ധത പുറത്തു കൊണ്ടുവരണം. പൊതുസമൂഹത്തിന് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി സാധിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ പുറത്തു വന്ന ഓഡിയോ, അതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ AI സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ട്, നമ്മൾ ആരുടെ ശബ്ദം വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ടല്ലോ. അത്തരമൊരു സംശയം ഈ ഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടോ? ഒരു സംശയത്തെ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുകയില്ല. ചിലപ്പോൾ അത് AI ഉണ്ടാക്കിയതാണെന്ന് അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഓഡിയോ ആണ് പുറത്തു വന്നത്. അത് തൻ്റെ ഓഡിയോ ആണെന്ന് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം അംഗീകരിച്ചിട്ടില്ല. മറുവശത്തുള്ള എരയുടെ ഓഡിയോ എന്ന് പറഞ്ഞ് ബ്ലറായ ഒരു ഓഡിയോ ആണ് അവരത് പ്രചരിപ്പിച്ചത്. അതും അവരുടെ ഓഡിയോ ആണെന്ന് എൻ്റെ ഓഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പരാതി പോലും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സാധ്യതയെ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ ഇത് തൻ്റെ ശബ്ദമല്ല, ഇത് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരില്ലേ? ഇപ്പോൾ അദ്ദേഹം ഈ അന്വേഷണം നടക്കട്ടെ എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അതിന് അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൻ്റെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ വന്ന ഒരു ആരോപണത്തിനെതിരെ അദ്ദേഹം മറുപടി പറഞ്ഞു. അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ യുവതിയുടെ ഒരു വിഷയത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹം ആ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത്, ഓരോ കാര്യത്തിനും എനിക്ക് മറുപടിയുണ്ട്, വരും ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ മറുപടിയുമായി മുന്നോട്ട് വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ സത്യം തെളിയും, രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരും, അത് തന്നെയാണ് നിങ്ങളുടെ പ്രതീക്ഷ? എൻ്റെ പ്രതീക്ഷ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഈ പാർട്ടിക്ക് ഏറ്റവും അനുയോജ്യനായ, അല്ലെങ്കിൽ ഈ പാർട്ടി ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നിൽക്കുന്ന സമയത്ത് ഈ പാർട്ടിയുടെ ശബ്ദമായി മാറിക്കൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം തീർത്തുകൊണ്ട് കടന്നു വന്നൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ഈ പാർട്ടിക്ക് ആവശ്യമുള്ളൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. തിരിച്ചു വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പാർട്ടിയുടെ ഒരവസ്ഥ എന്താണ്? കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു തിടുക്കപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്ന വികാരം കൂടി യൂത്ത് കോൺഗ്രസിൽ ശക്തമല്ലേ?
ആ തരത്തിൽ പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ പാർട്ടി ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നുകൂടാ എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടി നിലപാടെടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രതിസന്ധിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അംഗത്വം റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എനിക്ക് യൂത്ത് കോൺഗ്രസിനെന്നല്ല പൊതുസമൂഹത്തിനെമ്പാടും ഒരു അഭിപ്രായമുണ്ട്. അദ്ദേഹം രാജിവെക്കേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കേണ്ടിയിരുന്നില്ല. അത് എനിക്ക് തോന്നുന്നു CPM-ൻ്റെ പ്രവർത്തകർ പോലും പല ആളുകളും ഞങ്ങളെയൊക്കെ വിളിച്ച് ആ വികാരം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അങ്ങനെ രാജിവെപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മറുവശത്ത് ഇതിലും വലിയ ഗുരുതര ആരോപണമുള്ള ആളുകൾ അവർക്കെതിരെ കേസെടുത്ത് FIR ഇട്ട് കുറ്റപത്രം സമർപ്പിക്കുന്ന വക്കീലേക്ക് വരെ എത്തിയിരിക്കുന്ന ഇതേ കേസിൻ്റെ കാലത്തിൽ പരാതിയുള്ള ആളുകൾ പോലും ആ സ്ഥാനത്ത് തുടരുകയാണ്, MLA-മാരായി തന്നെ തുടരുകയാണ്. പല ഉന്നതമായ പദവികൾ പോലും അലങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ CPM-ൻ്റെ ഒക്കെ നേതാക്കന്മാരായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തിന് ഇത്ര തിടക്കപ്പെട്ട് രാജിവെപ്പിച്ചു എന്നുള്ളത് പൊതുസമൂഹം എമ്പാടും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടനയെ ഒരു പ്രതിസന്ധിയിലാക്കേണ്ട എന്ന് കരുതിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വയം തീരുമാനം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നതൊരു തീരുമാനമായി പോയി. ആ തീരുമാനം അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത് പൊതുസമൂഹം പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ പാർട്ടിയെ കുറ്റം പറയില്ല. കാരണം പാർട്ടി ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സത്യസന്ധത, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖം പൊതുസമൂഹത്തിന് മുമ്പിൽ ആരുടെയെങ്കിലും മനസ്സിൽ സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വികൃതമാകുന്ന തരത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഉത്തമമായ തീരുമാനമാണ് നേതാക്കന്മാരെടുത്തിരിക്കുന്നത്. ഈ സസ്പെൻഷനിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരി എന്ന രീതിയിൽ ഒരിക്കലും ഒരു നേതാക്കന്മാരും പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് പുറത്താക്കപ്പെടുന്നു എന്ന് പറയുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ആരോപണ വിധേയരായ ആളുകൾ, ഇതിനു മുമ്പ് മുഖ്യമന്ത്രി വരെ രാജിവെച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ. നിങ്ങൾക്കറിയാം, ചെറിയൊരു ആരോപണം വന്നപ്പോൾ അങ്ങനെ ആരോപണങ്ങൾ തെളിയിക്കപ്പെടേണ്ടത് ഈ പാർട്ടിയുടെ കൂടി ഉത്തരവാദിത്തമാണ്. പൊതുസമൂഹത്തിന് മുമ്പിൽ പാർട്ടി സംശയത്തിൻ്റെ നിഴലിലേക്ക് വരാൻ പാടില്ല എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ആ ഒരു നിലപാട് സ്വീകരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് പിന്നാലെ താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു കട്ടപ്പ ആയി ബാഹുബലിയെ കുത്തി വീഴ്ത്തുന്ന രീതിയിൽ. അതിൻ്റെ പശ്ചാത്തലത്തിൽ അബിൻ വർക്കിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. നിങ്ങൾക്കുള്ളിൽ തന്നെയുള്ള ആളുകൾ ഒരു ഗൂഢാലോചന അവിടെ നടത്തി എന്ന് വളരെ വ്യക്തമായി പറയാതെ പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അത്. അല്ല, അതിൽ നിങ്ങൾ പറഞ്ഞതിലൊരു തിരുത്തലുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല, ഞാൻ സംഘടനയ്ക്ക് ഉള്ളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് അത് ഇട്ടത്. അത് അബിൻ വർക്കിയുടെ ഫോട്ടോ പശ്ചാത്തലത്തിലുള്ളത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ആ ഒരു സാധനം എനിക്ക് മറ്റൊരു സ്ഥലത്തു നിന്നും കിട്ടുകയും ഇങ്ങനൊരു സാധനം പ്രചരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ അതിനകത്തേക്ക് കൊണ്ടുവരുന്നത്, അതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഒരു ചിത്രം ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലാണ് അത് ഷെയർ ചെയ്യപ്പെട്ടത്. ഒരിക്കലും അബിൻ വർക്കിയുമായോ അല്ലെങ്കിൽ ഞാൻ വ്യക്തിപരമായി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലേക്കല്ല ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തത്, അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്കല്ല. ഞാൻ പാർട്ടിയെ ഒരു തരത്തിലും പ്രതിസന്ധിയിലാക്കരുത് എന്ന് കരുതിയിട്ടാണ് പാർട്ടിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലിട്ടത്. നിർഭാഗ്യവശാൽ അത് പുറത്തുപോയി എന്നുള്ളത് മാത്രമാണ് അതിനകത്ത്. നിങ്ങളുടെ ആ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതാണ്ട് 150ഓളം ആളുകളാണ് ഉള്ളതെന്നാണ് സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ 150. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് വിജിൽ മോഹൻ ഇട്ട ഈ സംഭവം ഇതിട്ടു. അതിനുശേഷം ഒരു വനിതാ നേതാവിൻ്റെ വോയിസ് സംഭാഷണങ്ങൾ, ഇതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഇതെങ്ങനെ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ സംഘടനക്കകത്ത് വളരെ ഗൗരവകരമായ ചർച്ച അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നു. സംഘടനക്കകത്ത് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് അത് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ സംഘടനക്കകത്ത് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ദേശീയ നേതൃത്വം എനിക്ക് തോന്നുന്നു അത് വളരെ ഗൗരവകരമായി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരക്കാരെ അങ്ങനെ ചോർത്തി കൊടുക്കുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിൻ്റെ നിലവിലെ നിലപാട്. പിന്നെ ഈ പാർട്ടി സംബന്ധിച്ചിടത്തോളം അറിയില്ല, ഇത് വലിയൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ആർക്കും ആരുടെ അഭിപ്രായങ്ങൾ വേണമെങ്കിലും തുറന്നു പറയാം. ആ ഒരു തരത്തിലേക്കാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ജനാധിപത്യപരമായി അവർ പ്രകടിപ്പിക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്ന സംശയങ്ങൾ അത് പുറത്തു കൊടുക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്തരക്കാർക്കെതിരെ കണ്ടെത്തി നടപടിയെടുക്കാൻ ജില്ലാ നേതൃത്വം
സംസ്ഥാന നേതൃത്വത്തോടും ദേശീയ നേതൃത്വത്തോടും ഇതിനോടകം തന്നെ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ അതുമായി ബന്ധപ്പെട്ട്, അതായത് അബിൻ വർക്കിയുടെ പശ്ചാത്തലമുള്ള ആ ചിത്രം അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞു. അബിൻ വർക്കി അതിലേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം താങ്കളെ? ഒരിക്കലുമില്ല. ഞാൻ അന്ന് ആ സംഭവം നടന്ന് അത് ചില ഒരു മൈന്യൂട്ടായ സെക്കൻഡ്സ് ആണ് ആ മെസ്സേജ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമ്മളത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്തു പോകും എന്നുള്ള ഭയത്തിലാണ് ഞങ്ങളത് റിമൂവ് ചെയ്തത്. പക്ഷേ അതിനുള്ളിൽ തന്നെ അത് പുറത്തേക്ക് പോയി. അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം ഞാനും അബിൻ വർക്കിയും വ്യക്തിപരമായി നല്ല ബന്ധമുള്ള ആളുകളാണ്. ഞാൻ ആ വിഷയത്തിൽ ഞാനത് ഷെയർ ചെയ്യപ്പെട്ടത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. അദ്ദേഹവുമായി ഞങ്ങൾക്ക് ഈ സമയം വരെ ഞാനും അദ്ദേഹം തമ്മിലൊരു പ്രശ്നവും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിനും ആ കാര്യങ്ങൾ വ്യക്തമാണ്. അത് ഞാൻ ഏത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ആ ഗ്രൂപ്പിൽ ഇട്ടത് എന്നുള്ളത് ഉൾപ്പെടെ അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു അസാരോസും ഈ സമയം വരെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായി. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതു മുതൽ വലിയ തോതിലുള്ള പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളുടെയൊക്കെ ഭാഗമായി വലിയ തോതിലുള്ള തർക്കങ്ങളൊക്കെ നടന്നിരുന്നു. അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി കൊണ്ടുവന്ന് ഇതിൻ്റെ ആളുകളെയൊക്കെ രംഗത്തിറക്കി ഇങ്ങനെയുള്ള ഒരു ഗൂഢാലോചന നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഈ പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നുവെന്ന് എനിക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാർട്ടിയാണ് അന്വേഷിക്കേണ്ടത്. അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്നലെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൽ ഒരു യുവതി മൊഴി കൊടുത്തു എന്നുള്ള വാർത്ത ഞാനും വാർത്താ മാധ്യമങ്ങളിലൂടെയാണ്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഗൂഢാലോചന നടത്തിയെന്നൊക്കെയാണ്. അല്ല, അങ്ങനെ എനിക്ക് പാർട്ടിയുടെ ഏറ്റവും ഉന്നതരായ 2 നേതാക്കന്മാരാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും. അവരൊന്നും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് പാർട്ടിയാണ്. മാത്രമല്ല അതിപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. പോലീസാണല്ലോ, നിഷ്പക്ഷമായ അന്വേഷണം പോലീസിന് നടത്താമല്ലോ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസിന് കൃത്യമായി അത് അന്വേഷിക്കാവുന്നതാണ്. അതിൻ്റെ സത്യം പുറത്തു വരുന്നതാണ്. അല്ല, ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ച ഒരു യുവനടി ആ യുവനടി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അതിന് പിന്നാലെയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ആ യുവനടി പോലും നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അല്ല, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് അവരങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല? അവർക്കിങ്ങനെ ഒരു പൊതുമധ്യത്തിൽ പേര് പറയാതെ പറയുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വരുത്തിക്കുന്നത്. അവരിപ്പോഴും പറയുന്നില്ല ഇന്ന ആളെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. ഈ സമയം വരെ അവരാരുടെയും പേര് പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നില്ല. ആരുടെയാണോ പേര് അവർ പറയുന്നത്, അവരങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുന്നതിനപ്പുറത്തേക്ക് അത്തരത്തിലൊരു ആരോപണം ഉണ്ടെങ്കിൽ അവരവരുടെ പേര് പറയട്ടെ. അവർക്കെതിരെ നിയമപരമായ നടപടി എടുക്കുന്നതിലേക്ക് അവർ പരാതി കൊടുക്കട്ടെ. അതല്ലേ അതിൻ്റെ ഒരു യഥാർത്ഥ മര്യാദ എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയും ഇല്ല എന്ന് വേണം സംശയിക്കാൻ. ഞാൻ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് അവർ ടാർഗറ്റ്. അവർ ഇതുവരെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. അവർ ഉദ്ദേശിച്ച ആൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും? ഇതൊക്കെ അതിന് പുറമെ വന്നിരിക്കുന്ന അഭ്യൂഹങ്ങളും ആരോപണങ്ങളും അതിന് പുറത്ത് രാഹുലിൻ്റെതാണെന്ന് പറയപ്പെടുന്ന ഓഡിയോകളും ഒക്കെ പുറത്തു വന്നപ്പോഴാണ് നമ്മൾ അത് രാഹുൽ മാങ്കൂട്ടമാണെന്ന് പൊതുസമൂഹം അങ്ങനെ വിശ്വസിച്ചു തുടങ്ങിയത്. ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ തെളിവുകളില്ല. അദ്ദേഹത്തിൻ്റെ പേരൊരാൾ വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ പരാതി വന്നിട്ടില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും? ഈ നേതൃത്വം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ കഴിയുമായിരുന്നില്ല. ഈ തിടുക്കപ്പെട്ട് സസ്പെൻഡ് ചെയ്തത് പോലുള്ള കാര്യങ്ങളൊക്കെയെങ്കിലും ഒഴിവാക്കാൻ പറ്റും. അതുമാത്രമല്ല, വനിതാ നേതാക്കൾ ഉമ്മ തോമസ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. വലിയ പ്രയാസമുണ്ടാക്കുന്നതല്ലേ? വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെങ്കിലും അത് വലിയ തോതിലുള്ള പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വലിയ പ്രയാസത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹം നാളിതുവരെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇമേജ് തകർക്കുന്ന തരത്തിൽ പലരും പ്രസ്താവനകൾ പറഞ്ഞു, അല്ലെങ്കിൽ പലരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അദ്ദേഹം വലിയ വിഷമത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. പക്ഷേ പാർട്ടി നിലപാട് പറയുന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി നേതാക്കന്മാരിങ്ങനെ നിലപാട് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പ് തന്നെയാണ്. ആരും അങ്ങനെ ഒരു നിലപാട് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ സ്വന്തം ഇമേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു നിലപാടുകൾ പൊതുസമൂഹത്തിന് മുമ്പിലോ മാധ്യമങ്ങൾക്ക് മുമ്പിലോ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പാർട്ടിയാണ് അന്തിമമായി നിലപാട് പറയേണ്ടത്. KPCC അധ്യക്ഷൻ അത് പറഞ്ഞിട്ടുണ്ട്, AICCയുടെ ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നതാണ് നിലപാട്. അവർ ആ ഒരു നടപടി സ്വീകരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാർട്ടി ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പാർട്ടി പ്രതിസന്ധിയിലായിക്കൂടാ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ആ ഒരു നിലപാട് സ്വീകരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MLA സ്ഥാനത്ത് നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കം
ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടായി എന്ന് വേണം നമുക്ക് കരുതാൻ. പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ ആ രീതിയിലുള്ളതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വനിതാ നേതാക്കളുടെ പ്രതികരണം. ഉമാ തോമസ് ആയാലും ഷാനിമോൾ ഉസ്മാൻ ആയാലും ബിന്ദു കൃഷ്ണ ആയാലും ഇത്തരത്തിലുള്ള നേതാക്കളൊക്കെ തന്നെ MLA സ്ഥാനത്തിരിക്കാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ യോഗ്യനല്ല എന്ന് പരസ്യമായി പറയുകയാണ്. അങ്ങനെ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അൾട്ടിമേറ്റ്ലി അത് പാർട്ടിയാണ് ആ നിലപാട് പറയേണ്ടത്. പാർട്ടിയുടെ KPCC അധ്യക്ഷൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ദൗത്യമെന്ന് പറയുന്നത്. ജയിപ്പിക്കുന്നത് ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളാണ് പറയേണ്ടത് MLA സ്ഥാനത്ത് തുടരാൻ വേണ്ടി സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇനിയിപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു വാദത്തിന് വേണ്ടി രാജിവെച്ചു, നാളെ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ ഈ MLA സ്ഥാനം വീണ്ടും തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നോമിനേറ്റഡ് പോസ്റ്റ് അല്ലല്ലോ, ഇലക്ഷനിലൂടെ വരുന്നതാണ്. അപ്പം MLA സ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾ കൊടുക്കുന്നതാണ്, അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അല്ലാതെ പാർട്ടി അതിന് ടിക്കറ്റ് കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും രാജിവെക്കാൻ ആവശ്യപ്പെടാൻ പാർട്ടിക്ക് കഴിയില്ല എന്നുള്ളതാണ് KPCC അധ്യക്ഷൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു നിലപാട് തന്നെയാണ് എനിക്കുമുള്ളത്. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്താണിപ്പോൾ? നിരവധി തവണ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും എനിക്കെതിരെ ആയാലും നിങ്ങൾക്കെതിരെ ആയാലും ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അത് അടിസ്ഥാനരഹിതമോ അടിസ്ഥാനമുള്ളതോ എങ്ങനെയായാലും നമുക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹവും കടന്നു പോകുന്നത്. വളരെ വലിയ പ്രയാസത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. എല്ലാവരും നമ്മളെ പൊതുസമൂഹം പൊതുവെ നമ്മൾ സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുമ്പോൾ പോലും ഒരു പുരുഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നേരിടുന്ന പ്രയാസങ്ങളൊന്നും ഒരു മാധ്യമങ്ങളും പുറത്ത് കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബത്തിന് നേരിടുന്ന പ്രശ്നങ്ങളൊന്നും ഒരു മാധ്യമങ്ങളും തുറന്നു കാണിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പറയാനോ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർക്ക്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക്, അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന് ഊർജ്ജം നൽകിയൊരു നേതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള പിന്തുണ അദ്ദേഹത്തിന് ആ സമയത്തും നൽകിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ? ഒരുപാട് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പിന്തുണ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹം വ്യക്തിപരമായി ഒരുപാട് നേതാക്കന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. പല നേതാക്കന്മാരെയും പല പ്രതിസന്ധികളിലും സഹായിച്ചിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാർട്ടി വലിയൊരു പ്രതിസന്ധിയിൽ ഒരു തോൽവിയൊക്കെ നേരിട്ട സമയത്ത് മാധ്യമങ്ങളിൽ പാർട്ടിയുടെ മുഖമായി പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം തീർത്തൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ആ ഒരു നിലയിൽ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഒരു കൈവിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇല്ല, അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പം ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തെ ഇപ്പോഴും ചിലപ്പോൾ ഒരു പരിധിവരെ ന്യായീകരിക്കുന്നത് അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. നാളെ കുറ്റക്കാരനായി കഴിഞ്ഞാൽ, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ നിലപാടുകളെ നമുക്ക് തുറന്നു പറയാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം തെറ്റുകാരനാണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ പൂർണ്ണമായും അദ്ദേഹത്തെ നമുക്ക് തള്ളി പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ നിമിഷം വരെ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളും തെളിഞ്ഞിട്ടില്ല. ഈ പാർട്ടിയിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെയുള്ള ചർച്ച ആ രീതിയിൽ തന്നെയാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും ഉള്ളത്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു, ഏറ്റവും കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നൊരു സാഹചര്യമാണ്. പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ മുഴുവൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, CPIMൻ്റെ പ്രവർത്തകർ പോലും അദ്ദേഹം രാജിവെക്കേണ്ടിയിരുന്നില്ല, അദ്ദേഹം നല്ലൊരു ചെറുപ്പക്കാരനാണ്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള നേതാവാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട്. അപ്പോൾ ആ ഒരു പിന്തുണ അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. പാർട്ടിക്ക് അപ്പുറത്തേക്ക് പബ്ലിക്കിൽ നിന്ന് അദ്ദേഹത്തിന് നല്ലൊരു പിന്തുണ ലഭിക്കുന്നുണ്ട്. ഈ നേതാക്കളുടെയൊക്കെ ഒരു പ്രശ്നം, ഇത് സ്ത്രീ സമൂഹത്തിന് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചു പോകുമോ, അങ്ങനെ ചിത്രീകരിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം കാരണമാണോ ഇങ്ങനെ ഒരു പരസ്യമായ പിന്തുണയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ, അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയാതിരിക്കാൻ കാരണം അതായിരിക്കുമോ? ഒരു പരിധിവരെ അത് തന്നെയാണ്. കാരണം സ്ത്രീ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നൊരു പാർട്ടിയല്ല കോൺഗ്രസ്. എന്നും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നൊരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ നടപടിയും എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ നമുക്കൊരിക്കലും ഒരാളെ കുറ്റക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതിൽ ആ സംഭാഷണം, ഈ ഒരു യുവതിയുമായുടെ പുറത്തു വന്ന സംഭാഷണങ്ങളിലൊക്കെ കൊല്ലാൻ ആണെങ്കിൽ ഒരു നിമിഷം മതിയല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് പാർട്ടി ആകെ തളർന്നു പോവുകയും രാജിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുന്ന സ്ഥിതിയുമൊക്കെ. ആ ഓഡിയോയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആരും ഓൺ ചെയ്തിട്ടില്ല. ആരും അത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അദ്ദേഹം വധശ്രമത്തിന് ശ്രമിച്ചു, കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതൊന്നും ആരും ഓൺ ചെയ്തിട്ടില്ല.
അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നു. അത് ഒന്നാം ദിവസം വന്ന ആരോപണമാണെങ്കിൽ അതിന് തുടർച്ചയായി പലതരത്തിലുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ആരോപണങ്ങളൊക്കെ വന്നു. അതിൽ പല ആരോപണങ്ങളും പിന്നെ തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കാര്യം എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഓഡിയോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ തന്നെയാണോ എന്ന് പോലും നമുക്കിപ്പോൾ സംശയിക്കേണ്ടി വരും. ഈ കാലഘട്ടം അങ്ങനെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ പോലും പാർട്ടി അതിനെയൊന്നും ഓൺ ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്തത് എന്തെങ്കിലും തരത്തിൽ തെറ്റാണെങ്കിൽ പിന്നെ തെളിയിക്കട്ടെ, പോലീസ് തെളിയിക്കട്ടെ എന്നുള്ള നിലപാടിലാണ്. നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത്. ഒരു കൊടുങ്കാറ്റ് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്ന ഒരു കാര്യം ഉണ്ടാകുമോ? പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകർ മുഴുവൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു തിരിച്ചുവരവിനാണ്. കാരണം അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാൾ ഈ പാർട്ടിക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു ആഗ്രഹമാണ് മുഴുവൻ പ്രവർത്തകർക്കുള്ളത്. സ്വാഭാവികമായും ഒരു സാധാരണ പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹം തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുമുള്ളത്, എനിക്കുമുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെയാണ് വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യുകയാണ് ഷാഫി പറമ്പിൽ MPയെയും. രണ്ടുപേരും ഒന്നാണ്, കൂട്ടുകച്ചവടമാണ് എന്നുള്ള രീതിയിലേക്ക് ആരോപണങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതിലും ഒരു ഗൂഢാലോചന നമുക്ക് സംശയിക്കാൻ കഴിയും. കാരണം നമ്മൾ കണ്ടതാണ്, നിലമ്പൂരായാലും പാലക്കാടായാലും ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തൊക്കെ ഈ രണ്ട് നേതാക്കളാണ് ഇങ്ങനെ എന്താ പറയുക ഒരു ക്രൗഡ് പുള്ളറായി മറ്റ് ഒരു നേതാക്കൾക്കും ഇല്ലാത്ത പിന്തുണയോടെയാണ് ഈ നേതാക്കൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഭയന്ന് ഒരു ഇതൊക്കെ ആസൂത്രണം ചെയ്ത് ഇവരെയൊക്കെ അങ്ങ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുള്ള ഗൂഢാലോചന പുറത്തു നിന്നുണ്ടാകും, സ്വാഭാവികമായും ഭരണപക്ഷത്തു നിന്നുണ്ടാകും. നിങ്ങൾക്കുള്ളിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ? അല്ല, ഷാഫി പറമ്പലിനെതിരെ അത്തരത്തിലൊരു നീക്കമുണ്ട് എന്ന് പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു നീക്കമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഷാഫി പറമ്പലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മറ്റ് ഞങ്ങളുടെ എതിർ പാർട്ടിക്കാരായുള്ള ആളുകൾ അത്തരത്തിലുള്ളൊരു നീക്കം നടത്തി. അതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടു. അദ്ദേഹത്തെ അനാവശ്യമായി വഴി തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയാണ് വടകരയിലൊക്കെ ലഭിച്ചത്. വടകരയിലെ കേരളത്തിലുടനീളം, ഇന്ത്യയിലുടനീളം അദ്ദേഹത്തിനൊക്കെ വലിയ പിന്തുണയാണ് നൽകുന്നത്. അദ്ദേഹം അതിനകത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ ക്രൂശിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും ഒരു ആരോപണം ഒരാൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള നേതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ അങ്ങ് ഒതുക്കിക്കളയാം എന്നുള്ളൊരു വ്യാമോഹത്തോടു കൂടിയാണ് എതിർ പാർട്ടിക്കാർ അത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത്. പക്ഷേ അതൊക്കെ ജനങ്ങൾ നിഷ്പ്രഭമാക്കി കളഞ്ഞു. പഴയ സന്ദേശം സിനിമയിൽ പറഞ്ഞതുപോലെ, ശങ്കരാടിയുടെ ഡയലോഗ് പറഞ്ഞതുപോലെ, പൊതുമധ്യത്തിൽ ഒരുപാട് നല്ല അഭിപ്രായങ്ങളുള്ള ചെറുപ്പക്കാരെ വല്ല പെണ്ണ് കേസിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലോ ഉൾപ്പെടുത്തി അവരെ മോശമാക്കാമെന്നുള്ള ഉദ്ദേശമാണ് CPM പഴയ കാലം മുതൽ ഇങ്ങോട്ടേക്ക് തുടർന്നു വരുന്നത്. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ അതൊന്നും വിലപ്പോയിട്ടില്ല. ഷാഫി പറമ്പലിന് അവർ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിനെ അനാവശ്യമായി തടഞ്ഞതിന് പേരിൽ വലിയ പ്രതിഷേധമാണ്. പാർട്ടി പ്രതിഷേധം തീർത്തതിന് അപ്പുറത്തേക്ക് പൊതുസമൂഹം മുഴുവൻ വലിയൊരു പ്രതിഷേധവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അത്രമേൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ. ഇനി എന്തൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ അവർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചാലും തകർക്കാൻ കഴിയാത്ത ഒരു വേര് ജനങ്ങൾക്കിടയിൽ ഇറക്കിയിട്ടുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ എന്നുള്ളതാണ്. ഈ രണ്ടുപേരും ഒരു കോംബോ ആണല്ലോ. എന്തായാലും ഈ ഒരു കൂട്ടുകെട്ട് തകർക്കുക എന്നൊരു ലക്ഷ്യം അല്ല. കോൺഗ്രസിലെ യുവ നേതാക്കളെ കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായങ്ങളാണ് പൊതുസമൂഹത്തിനുള്ളിൽ. അത് ഈ ഒരു സെക്കൻഡ് ലീഡർഷിപ്പിനെ ഏറ്റവും കൂടുതൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഒന്നാമത്തെ ലീഡർഷിപ്പും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാർട്ടിയുടെ ഒരു വലിയ പിന്തുണ യുവനിരക്ക് കോൺഗ്രസിൽ ഈ അടുത്തിടെയായി ഭയങ്കരമായൊരു പിന്തുണ ലഭ്യമായി തുടങ്ങി. അത് ഓരോ നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ, ഇപ്പം VT ബൽറാം ആയാലും ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും അബിൻ വർക്കി ആയാലും അങ്ങനെയുള്ള ഒരു വലിയൊരു കോമ്പിനേഷൻ ഈ പാർട്ടിയിൽ കടന്നു വന്നു. UDFിലേക്ക് വരുമ്പോൾ അത് PK ഫിറോസ് ആയാലും ഒക്കെ ഒരു വലിയൊരു കോമ്പിനേഷൻ UDFിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ആ UDFിലെ യുവ നേതാക്കന്മാർക്ക് ജനങ്ങൾക്കിടയിലേക്ക് വലിയൊരു പിന്തുണ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഈ മറ്റു പാർട്ടിക്കാരെ അവരലോസരപ്പെടുത്തുന്ന ഒരു കാര്യം എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ സ്വാഭാവികം വളർന്നു വരുന്ന ഒരാളെ തളർത്തുക എന്നുള്ളത് പൊളിറ്റിക്സിൽ സ്വാഭാവികമായിട്ടുള്ള ആരോപണങ്ങൾ അവരുന്നയിക്കുന്നതാണ്. അവർ കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു നടപടിയാണ്. പക്ഷെ അതിപ്പോൾ പുതിയ സമൂഹം അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല, അത് വിലപ്പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. ഈ വിവാദങ്ങൾ നടക്കുമ്പോഴാണ് പോലീസിൻ്റെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിന് തന്നെയാണ് 2 വർഷം മുമ്പ് വലിയ തോതിലുള്ള അക്രമം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോൾ കേരളം ഞെട്ടിയതാണ്. പക്ഷേ ആ കാര്യത്തിൽ
യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു സമരത്തിലേക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യം വരെ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ആ വിഷയത്തിൽ പാർട്ടി തന്നെ ആ വിഷയം നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സമരം യൂത്ത് കോൺഗ്രസ് തുടർച്ചയായ സമരം നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും സമരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ പോലീസുകാർക്കെതിരെ വ്യക്തിപരമായി പോലും തിരിച്ചടിക്കുന്ന തരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് സമരം നയിച്ചിട്ടുണ്ട്, ശക്തമായ സമരം തന്നെ നയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഒരു ചെറിയ പോരായ്മ എന്ന് പറയുന്നത് അതിൻ്റെ ഏകീകൃത സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. കാരണം സംസ്ഥാന തലത്തിൽ ഒരു നേതൃത്വമില്ലാത്ത, പ്രസിഡന്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതിനൊരു ഏകീകൃതമായ ഒരു അനൗൺസ്മെൻറ്റ്, ഒരു ആഹ്വാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഒരുപോലെ മാർച്ച് നടക്കാത്തത്. ഇപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നടത്താത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് പാർട്ടി ഏറ്റെടുത്ത് ഓരോ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഓരോ അസംബ്ലി കമ്മിറ്റികളുടെ, ഓരോ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DCCകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടർച്ചയായ പ്രതിഷേധങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലയിലെ യൂത്ത് കോൺഗ്രസും അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കും. പ്രതിഷേധത്തിൽ നിന്നോ അല്ലെങ്കിൽ പോരാട്ടങ്ങളിൽ നിന്നോ യൂത്ത് കോൺഗ്രസ് പുറകോട്ട് പോവില്ല. ഈ ഒരു വിഷയങ്ങളൊന്നും യൂത്ത് കോൺഗ്രസിനെ ആ തരത്തിൽ ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതിനകത്തൊന്നും പുറകോട്ട് പോകാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ വിഷയം ഉണ്ടായിരുന്നില്ലെങ്കിൽ സ്ഥിതി ഇതാകുമായിരുന്നു. അല്ല, അത് ഈ വിഷയം ഇപ്പം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് ഒരാളുണ്ടായിരുന്നെങ്കിൽ, അത് X or Y ആരായാലും ഉണ്ടായിരുന്നെങ്കിൽ അതിന് സ്പോട്ടിൽ ഒരു ഏകീകൃതമായ അനൗൺസ്മെൻറ്റ് വരുമായിരുന്നു. എല്ലാ ജില്ലയിലും 14 ജില്ലയിലും ചിലപ്പോൾ പരിപാടി നടക്കാൻ, അല്ലെങ്കിൽ 140 അസംബ്ലികളിലും പരിപാടി നടക്കാനുള്ള ഒരു ആഹ്വാനം ഉണ്ടായിക്കൂടായില്ല. കാരണം വലിയൊരു പ്രതിഷേധമാണ് അതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടിയിരുന്നത്. അത് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രതിഷേധങ്ങളിൽ നിന്നും തെല്ലും പുറകോട്ടില്ല. യൂത്ത് കോൺഗ്രസ് ഇനിയും മുന്നോട്ട് തന്നെ പ്രതിഷേധവുമായി പോകും. വിളിച്ചാലും ഈ പ്രവർത്തകർക്ക് ഒരു നിരാശ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയല്ലേ നടക്കുന്നത്. പ്രവർത്തകർ ഒരു സജീവമാകുന്നതിന് ഇത് വിലങ്ങുതടിയാകില്ല. ഇത്തരം അതാണ് ഒരു നേതാക്കന്മാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലല്ലോ പ്രവർത്തകർ മുന്നോട്ട് വന്നത്. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ്ലി പാർട്ടിയാണ്. ഈ പ്രസ്ഥാനം തിരിച്ചു വരണമെന്നുള്ളതാണ് പ്രവർത്തകരുടെ ഏറ്റവും വലിയ വികാരം, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ പോരാട്ടങ്ങൾ നിലനിൽക്കണം എന്നുള്ളതാണ് പ്രവർത്തകരുടെ ഒരു വികാരം. സ്വാഭാവികമായിട്ടും പ്രവർത്തകരൊന്നും പുറകോട്ട് പോയിട്ടില്ല, ചോർന്നു പോയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് സംസ്ഥാനത്തുടനീളം നടത്തും. കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളുണ്ട്. യൂത്ത് കോൺഗ്രസിനെതിരെ വലിയ വിമർശനം വന്നപ്പോഴാണ് ഞങ്ങൾ മലപ്പുറത്ത് വലിയൊരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. ആ മലപ്പുറത്തെ പോരാട്ടം സംസ്ഥാന തലത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിനെ എമർജ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ മുമ്പിലുണ്ടായിരുന്നുണ്ട്. അതുപോലെ ഒരു വലിയ മുന്നേറ്റം യൂത്ത് കോൺഗ്രസിന് ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ തന്നെ ഉണ്ടാവും. പുതിയ അധ്യക്ഷൻ വരുന്നതോടുകൂടിയിട്ട് പുതിയൊരു തലത്തിലേക്ക് തന്നെ യൂത്ത് കോൺഗ്രസ് മാറും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ, താങ്കൾ ഉൾപ്പെടെ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭാരവാഹികളായി വന്നിട്ടുള്ളത്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന തലത്തിൽ A ഗ്രൂപ്പാണ് വിജയിച്ചത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ A ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചാണ് സംസ്ഥാന പ്രസിഡന്റായത്. ഇപ്പോഴൊരു പ്രസിഡന്റ് ഇല്ലാത്ത ഒരു സാഹചര്യം. സ്വാഭാവികമായും സംഘടനാ രീതി അനുസരിച്ച് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, അത് I ഗ്രൂപ്പിൻ്റെ നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രസിഡന്റ് ഇല്ലാതാകുമ്പോൾ അടുത്തത് വൈസ് പ്രസിഡന്റിന് ചുമതല കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ എന്താണ് പ്രശ്നമുള്ളത്? ഒരു പ്രസിഡന്റായി ഒരാളെ നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്താണ്? അല്ല, അക്കാര്യത്തിൽ അതിൽ നിലപാട് പറയേണ്ടത് ദേശീയ നേതൃത്വമാണ്. അവരുണ്ടാക്കിയ ഇലക്ഷൻ സ്ട്രാറ്റജി പ്രകാരം ആരാണോ അടുത്ത പ്രസിഡന്റായി വരേണ്ടത് എന്നുള്ളത് അത് പ്രഖ്യാപിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. അപ്പോൾ അതിൽ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ നമ്മളെ അഭിപ്രായങ്ങൾ ദേശീയ നേതൃത്വത്തിന് മുമ്പാകെ പറയേണ്ട ആവശ്യമില്ല. അത് സംഘടനാ രീതി അനുസരിച്ച് വൈസ് പ്രസിഡന്റാണ് വരേണ്ടത് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു കേട്ടെന്നുള്ള അറിവല്ലാതെ മറ്റൊരു രീതിയിൽ ഞങ്ങൾക്കറിയില്ല. പിന്നെ ഗ്രൂപ്പിനതീതമായി പാർട്ടി ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് യൂത്ത് കോൺഗ്രസ്സിലായാലും കോൺഗ്രസ്സിലായാലും ഒക്കെ ഗ്രൂപ്പിനതീതമായി ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ബാലൻസിങ്ങും പരിശോധിച്ചുകൊണ്ട് തന്നെ പുതിയ അധ്യക്ഷനെ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കും. സാമുദായിക കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും. കാരണം KPCC അധ്യക്ഷൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നാണ്, KSUവിൻ്റെ പ്രസിഡന്റ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അതേ വിഭാഗത്തിൽ നിന്ന് വരിക എന്നത് സാമുദായികമായ ഒരു സന്തുലനം നിലനിൽക്കാൻ സാധ്യത. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മതേതരത്വ പ്രസ്ഥാനമാണ്. എല്ലാ മതസ്ഥരെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ആ തരത്തിൽ പരിഗണിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ പറഞ്ഞ ദേശീയ ലീഡർഷിപ്പാണ്. അങ്ങനെ ഒരു മതവിഭാഗത്തിൽ നിന്നും വരാൻ പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതിന് തിരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായ നിലപാടുകൾ ദേശീയ നേതൃത്വം സ്വീകരിക്കും.
അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും എ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അത്തരത്തിലുള്ള അവകാശവാദം ഒന്നും സംസ്ഥാന തലത്തിൽ ആരും ഉന്നയിച്ചിട്ടില്ല. ഒരു നേതാവും ഒരു ഗ്രൂപ്പിൻ്റെയും പേരിൽ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ആ സംസ്ഥാന പ്രസിഡൻഷിപ്പിലേക്ക് ഒരു തർക്കവും നിലവിൽ നിലനിൽക്കുന്നതായി അറിയില്ല. അങ്ങനെ ഒരു തർക്കവും നിലവിൽ സംസ്ഥാന പ്രസിഡൻഷിപ്പിലേക്ക് ഒരു തർക്കവും പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ ആരാണോ പ്രഖ്യാപിക്കുന്നത് അവരെ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തകർ അത് പെട്ടെന്ന് വേണ്ടേ? താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഈ ഒരു ഏകോപനത്തിന് ഒരാളില്ലാത്തത് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി തന്നെയല്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ വേണം. ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തലിന് തന്നെ ഇത്തരത്തിൽ പരാതികളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിന് തന്നെ തിരിച്ചു വരണം എന്ന് പാർട്ടിക്ക് ആവശ്യപ്പെടാവുന്നതല്ലേ ഉള്ളൂ. അല്ല, ആരായാലും എത്രയും പെട്ടെന്ന് പ്രസിഡന്റിനെ പ്രഖ്യാപിക്കണം എന്നുള്ളത് മുഴുവൻ പ്രവർത്തകരുടെ ഒരു വികാരമാണ്. പ്രസിഡന്റ് പിന്നെ ഇതിൻ്റെ തലപ്പത്തൊരാൾ ഇല്ലാത്തൊരു സാഹചര്യം എന്തൊക്കെ പറഞ്ഞാലും സംഘടനയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു സംഘടനാ പ്രവർത്തനത്തിന് ദോഷം വരുന്നൊരു കാര്യമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രഖ്യാപനം നടത്തണം എന്നുള്ളൊരു വികാരം ബോട്ടം ലെവൽ ടു ടോപ്പ് ലെവൽ എല്ലാവർക്കും ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ ദേശീയ നേതൃത്വം അത് ആ ഒരു വികാരം പരിഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ ഇത്രയും ദിവസത്തെ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ഒരു പരാതിയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ തിരിച്ചു വരട്ടെ എന്ന ഒരു ചിന്ത പാർട്ടിയിൽ നടക്കുന്നുണ്ടോ? ആ ചർച്ച നടക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് പറയേണ്ടത് ദേശീയ നേതൃത്വമാണ്. അവരാണ് അതിനകത്ത് തീരുമാനം എടുക്കേണ്ടത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതല്ലോ, അദ്ദേഹം സ്വമേധയാൽ രാജിവെച്ച് പോയതല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരണമോ വേണ്ടിയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടി നിലപാട് അതിനകത്ത് സുപ്രധാനമായിരിക്കും. അദ്ദേഹം എന്ത് പറയണം, അല്ലെങ്കിൽ തിരിച്ചു വരാൻ അദ്ദേഹം തയ്യാറാണോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണ്ടേ. അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ ദേശീയ നേതൃത്വം തയ്യാറാണോ എന്നുള്ളത് പരിശോധിക്കണം. അതൊക്കെ പറയേണ്ടത് ദേശീയ നേതൃത്വം തന്നെയാണ്. ഈ വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തലും താങ്കളും ഒക്കെ പ്രസിഡന്റായി വന്ന സമയത്ത് വലിയ ചർച്ചയായിരുന്നു. പക്ഷെ പിന്നീട് അതിലൊരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അതങ്ങ് തേഞ്ഞു മാഞ്ഞ് പോയി. പക്ഷെ ഇപ്പോൾ വീണ്ടും അത് വരികയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത ആളുകളെയൊക്കെ കേസിൽ പെടുത്തി ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ കുത്തി വരികയാണ്. അപ്പോൾ മറ്റേ കേസ്, അതായത് ലൈംഗിക ആരോപണത്തിൽ നിൽക്കില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമോ ഇത് വീണ്ടും കുത്തിപ്പൊക്കുന്നത്? അല്ല, ഇത് കുത്തിപ്പൊക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് നേടാൻ വേണ്ടി പറ്റും? ഒന്നും നേടാൻ വേണ്ടി പറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. കാരണം ഈ ഇലക്ഷൻ നടന്ന സമയം മുതൽ ഈ ഒരു ആരോപണം വരെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉന്നയിക്കുന്നുണ്ട്, വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സിംഗിൾ FIR അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെതിരെ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ തെളിവ് സഹിതം ഒരു FIR പോലും കേരള പോലീസിന്, പിണറായി വിജയൻ്റെ പോലീസിന് കേസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരാതി ഇല്ലാതെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ കേസെടുക്കുന്നത്. അതുപോലെ കേസെടുത്ത് അന്വേഷിക്കുന്നതിന്, സ്വമേധയാൽ കേസെടുത്ത് അന്വേഷിക്കുന്നതിനൊന്നും ഒരു തരത്തിലുള്ള എതിർപ്പും ഞങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. ഒരു തരത്തിലുള്ള എന്താ പറയുക, തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വെറും ആരോപണങ്ങൾ ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുക എന്നല്ലാതെ ഒരു തരത്തിലും വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് വിവാദം നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. ആ ഇലക്ഷൻ പ്രക്രിയ കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾക്ക് മനസ്സിലാവും അതിനകത്ത് വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് വെച്ചിട്ടൊരു വോട്ട് ചേർക്കാനോ ചെയ്യാനോ സാധിക്കുകയില്ല. ആരോ എന്തോ ഒരു AI ടൂൾ വെച്ച് ഏതെങ്കിലും സെലിബ്രിറ്റിൻ്റെ പേരിൽ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് ഒരു വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി എന്നല്ലാതെ യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ അങ്ങനെ ID കാർഡ് ഉപയോഗിച്ചതായിട്ട് പൂർണ്ണമായും എനിക്ക് വിശ്വാസമില്ല. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ അതേ പറയാനുള്ളൂ. ഒരു സിംഗിൾ ഐഡൻറ്റിറ്റി കാർഡ് പോലും അല്ലെങ്കിൽ ഒരു സിംഗിൾ വോട്ട് പോലും അനധികൃതമായി ചേർത്തിട്ടല്ല ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയത്. സംഘടനാ തെരഞ്ഞെടുപ്പ് ജില്ലയിലുടനീളം വലിയ രീതിയിലുള്ളൊരു പോരാട്ടം ദേശീയ നേതൃത്വം ഉണ്ടാക്കിയ ഒരു സ്ട്രാറ്റജി പ്രകാരമാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഓൺലൈൻ പ്രക്രിയയിലൂടെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത മുഴുവൻ ആളുകളും അതിനകത്ത് സ്വയം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വീഡിയോ മെസ്സേജിലൂടെ ഞാൻ യൂത്ത് കോൺഗ്രസിൽ അംഗമാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സ്വയം പറഞ്ഞുകൊണ്ടാണ് മെമ്പർഷിപ്പ് അംഗീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രക്രിയയിൽ എങ്ങനെയാണ് വ്യാജ വോട്ട് ചേർക്കാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ എൻ്റെ വോട്ട് ഞാൻ ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ താങ്കളുടെ വോട്ട് താങ്കൾ ചേർക്കുമ്പോൾ താങ്കൾ സ്വമേധയാൽ അതിനകത്ത് വന്ന് പറയുകയാണ് എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ യൂത്ത് കോൺഗ്രസിൽ അംഗമാവാൻ ആഗ്രഹിക്കുന്നു എന്ന് സ്വയം പറഞ്ഞിട്ടാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒരു വ്യാജ വോട്ട് അതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം. രണ്ട്, കണ്ണൂർ ജില്ലയിൽ ഇപ്പം ഞാൻ ജയിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് വന്ന വിവാദങ്ങളുടെ പുറത്താണ് ഇങ്ങനൊരു ആരോപണം വന്നത്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ വോട്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്ത എൻ്റെ സ്വന്തം അസംബ്ലിയായ ഇരിക്കൂർ അസംബ്ലിയിലാണ്. ഇരിക്കൂർ അസംബ്ലി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. ഏകദേശം എല്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും കൂടി 9,000 വോട്ടോളം ഇരിക്കൂർ അസംബ്ലിയിൽ ചേർത്തിട്ടുണ്ട്. തൊട്ടു പുറകെ പേരാവൂർ അസംബ്ലിയിലാണ് വോട്ട് ചേർത്തത്. അതുപോലെ കണ്ണൂർ തലശ്ശേരി അസംബ്ലിയിലൊക്കെ 500-ൽ താഴെ വോട്ടുകളാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ വോട്ടുകളൊക്കെ കൃത്യമായി സ്ക്രൂട്ടിനി ചെയ്ത് അവരുടെ വോട്ടർ ID കാർഡിൻ്റെ നമ്പർ ഇലക്ഷൻ കമ്മിഷൻ്റെ
സൈറ്റുമായി ബന്ധപ്പെട്ട് വെരിഫൈ ചെയ്തിട്ടാണ് അങ്ങനെ ഓരോ വോട്ടും അംഗീകരിച്ചത്. അനധികൃതമായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്കുള്ള വോട്ട് പോലും റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് അന്നുണ്ടായത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വ്യാജ വോട്ടിൻ്റെ ആരോപണം ഈ ഇലക്ഷൻ പ്രക്രിയയുമായി നിലനിൽക്കുന്നതല്ല എന്ന് 100% കോൺഫിഡൻസോടുകൂടി ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് പാർട്ടി തന്നെ അത് വിശദീകരിച്ചതുമാണ്. 100% ദേശീയ നേതൃത്വം തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള കൃത്രിമവും നടക്കാൻ സാധ്യതയില്ലാത്ത, നടക്കാൻ പിന്നെ ഒരു തരത്തിലുള്ള ഒരു ലൂപ്പ് പോയിന്റ് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പ്രക്രിയയിലൂടെയാണ് ഇലക്ഷൻ നടന്നത്. തികച്ചും സുതാര്യമായിട്ടുള്ള ഇലക്ഷനാണ്. അതിനകത്ത് അങ്ങനെ ഒരു ആരോപണം അത് ആർക്കെങ്കിലും ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണമായി മാത്രമേ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കൂ. അതിനൊപ്പം തന്നെയാണ് വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉണ്ടായിരുന്നത്. എല്ലാം ലക്ഷ്യം വെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെയായിരുന്നു. അല്ല, വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മറുപടി വന്നിട്ടുണ്ട്. എല്ലാ ചാനലുകൾക്കും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ രൂപ പോലും വയനാടിന് വേണ്ടി പിരിച്ചതിൻ്റെ അകത്ത് നിന്ന് വകമാറ്റി ചെലവഴിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് അതിനകത്ത് വിഡ്രോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ പൈസ കൃത്യമായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിലനിൽക്കുകയാണ്. അത് KPCCക്ക് കൈമാറുമെന്നും അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡൻ്റായ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയനാടുമായി ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളൊക്കെ ആ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. അത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിവാദമാണ്. അതിനുള്ളിൽ സംഘടനക്കകത്ത് വന്ന ചർച്ച എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് വീടെടുത്ത് കൊടുക്കണം എന്നുള്ളൊരു ചർച്ചയാണ് സംഘടനക്കകത്ത് വന്നത്. അത് പുറത്തു വന്നപ്പോൾ വേറെ രീതിയിൽ ആളുകൾ വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ സംഘടനയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുത്തുന്നതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരുടെയെങ്കിലും താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് സംശയിക്കാമോ? അല്ല, അത് പിന്നെ ആ പ്രവണത തീർച്ചയായും ശരിയല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ പ്രവണത ഒട്ടും ശരിയല്ല. സംഘടനക്കകത്ത് നടക്കുന്ന ആരോഗ്യപരമായ ചർച്ച ആ സംഘടനയുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ചർച്ച നടത്തുന്നത്. അത് സംഘടനയ്ക്ക് ദോഷം വരുന്ന തരത്തിലേക്ക് പുറത്തേക്ക് കൊടുക്കുന്ന ആരായാലും അവർക്കെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് അന്വേഷിക്കാൻ വേണ്ടി ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട 2 വിഷയങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനോടൊപ്പം ചേർത്ത് തന്നെ വയനാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് DCCയുടെ ഒരു സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന് പിന്നീട് രാജിവെച്ച് പോകേണ്ടി വന്നു, വിജയൻ. അദ്ദേഹം പറഞ്ഞത് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വ്യാജ ഐഡന്റിറ്റി കാർഡ്, അതോടൊപ്പം തന്നെ ഈ വയനാട് ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് താങ്കൾ ഉൾപ്പെട്ട ഗ്രൂപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത്. അത് കണ്ണൂർ വിഷൻ അത് പുറത്തു വിട്ടത് മുതൽ വലിയ വിവാദമായി. അദ്ദേഹത്തിന് തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ട അവസ്ഥയും വന്നിരുന്നു. അല്ല, അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞ ആരോപണം ശരിയല്ല എന്നുള്ളത്. അന്ന് ആ വിവാദം ഉണ്ടായപ്പോൾ പോലും പല മാധ്യമ സുഹൃത്തുക്കളും കണ്ണൂർ വിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എന്നെ സമീപിച്ചിരുന്നു. അന്നൊന്നും ഞാൻ പൊതുസമൂഹത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന പോലും ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലോ ഞാൻ പറഞ്ഞിരുന്നില്ല. ഞാൻ ആ വിഷയത്തിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണം തെറ്റാണ്, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതാണ്, പാർട്ടിയുടെ ഓരോ സാധാരണ പ്രവർത്തകൻ്റെയും മനോവീര്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അതിനെതിരെ ചെയ്തത് എന്താ വെച്ചാൽ പാർട്ടി ഫോറത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തന നിലയിൽ പാർട്ടിക്ക് പരാതി നൽകുകയാണ് ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. പാർട്ടി ആ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ അന്ന് നടത്തി, പ്രാഥമികമായി അവരെ വിളിച്ചു വരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രാജിവെച്ചത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഇനിയും നടപടി അതിൻ്റെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിനെതിരെയോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയോ ഞാൻ ഒരു തരത്തിലുള്ള ഒരു പ്രസ്താവനയും പബ്ലിക്കായി അന്നും ഇന്നും പറയാൻ തയ്യാറല്ല. വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ പ്രവർത്തകൻ്റെയും മനോവീര്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത്. അത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. കാരണം അതിൽ തന്നെ താങ്കളുടെ മണ്ഡലത്തിൽ നിന്നാണ് ഫണ്ട് അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയാം. അതിനകത്ത് ഒരു 1ാം ഘട്ടം എന്നുള്ള നിലക്ക് ഒരു അസംബ്ലി കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയായിരുന്നു. ഏറ്റവും ആദ്യം 2 ലക്ഷം രൂപ കൊടുത്ത ഒരു അസംബ്ലി കമ്മിറ്റി എന്ന് പറയുന്നത് എൻ്റെ അസംബ്ലി കമ്മിറ്റിയാണ്, ഇരിക്കൂർ അസംബ്ലി കമ്മിറ്റിയാണ്. 2, ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി ഈ ഫണ്ട് എവിടെയും നേരിട്ട് കൈകാര്യം ചെയ്യുന്നില്ല. ഒരു സ്ഥലത്തു നിന്നും ജില്ലാ കമ്മിറ്റി ഈ ഫണ്ട് കൈപ്പറ്റുന്നില്ല. ഈ ഫണ്ട് അസംബ്ലി കമ്മിറ്റികൾ കളക്ട് ചെയ്ത് അത് ചാലഞ്ചിലൂടെയും ആക്രി പെറുക്കിയും പേപ്പർ വിറ്റും പണിയെടുത്തും ചലഞ്ചുകൾ നടത്തിയും ഒക്കെ സാധാരണ പ്രവർത്തകർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഫണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് എനിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം അവർക്ക് ഉന്നയിക്കാൻ വേണ്ടി സാധിക്കുക? വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി എവിടെയെങ്കിലും ഒരു ഫണ്ട് പിരിവ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം അത്
എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അത് വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പാർട്ടി തലത്തിൽ ആ പറഞ്ഞ പരസ്യ പ്രസ്താവനക്കെതിരെ അതിൽ തന്നെ കൗതുകകരമായ മറ്റൊരു കാര്യമുണ്ട്. ഈ ഓഡിയോ പുറത്തുവിട്ടത് അന്വേഷിക്കണം, വിജിൽ മോഹനെയാണ് സംശയം എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട്. വിജിൽ മോഹനെതിരെ പറയുന്ന ഒരു കാര്യം വിജിൽ മോഹൻ തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കും എന്ന് നമുക്ക്, കാരണം അതിന്റെ വാർത്ത മുഴുവൻ വിജിൽ മോഹനെതിരായിരുന്നു. അല്ല, അതൊരു കോമൺ സെൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വാക്ക് പോലും നാളിതുവരെ, ഒരു വാക്കോ ഒരു നോക്കോ ഞാൻ ഈ സമയം വരെ ഇന്ന് വരെ ഞാൻ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. എന്നെ മോശമാക്കുന്ന, അതിലുപരി എൻ്റെ പ്രസ്ഥാനത്തെ മോശമാക്കുന്ന, ഞാൻ വിജിൽ മോഹൻ എന്ന വ്യക്തിനപ്പുറത്തേക്ക് ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അല്ലെങ്കിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു സാധനം ഞാൻ പുറത്തു കൊടുത്തു എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അത് ആര് പുറത്തു കൊടുത്തു എന്നുള്ളത് പാർട്ടിയാണ് അന്വേഷിക്കേണ്ടത്. പാർട്ടി ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അന്വേഷണം പൂർത്തിയാകുന്നതിനെതിരെ നടപടിയെടുക്കും. ആ വാർത്ത പുറത്തു വന്നതിൽ താങ്കൾക്ക് എന്നോടടക്കം ഒരു നിരസം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ അതിൽ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ, ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു എന്നും ഞാൻ. സ്വാഭാവികം. അത് സംഘടനക്കെതിരെ വാർത്ത കൊടുക്കുമ്പോൾ മാധ്യമ സ്ഥാപനം ആ വാർത്ത കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാധ്യമ സ്ഥാപനത്തിനെതിരെ നമുക്കൊരു അസൗകര്യം തോന്നുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ തൊഴിലാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സെൻസേഷൻ വേണം, വാർത്ത വേണം. അതിനുവേണ്ടി നിങ്ങൾ അത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കും. സംഘടനാപരമായി ആ വിഷയത്തെ ഞാൻ കാണുന്നത് വെച്ചാൽ ആ വാർത്ത ചോർത്തിക്കൊടുത്തത് തെറ്റാണ്. 2, അദ്ദേഹം നടത്തിയ ആ പ്രസ്താവന അത് അങ്ങേയറ്റം തെറ്റാണ്. 2 കാര്യവും പൂർണ്ണമായും തെറ്റാണ്. അതിന് ആ 2 കാര്യത്തിലും ചോർത്തിക്കൊടുത്ത ആൾക്കെതിരെയും ആ പ്രസ്താവന പറഞ്ഞ ആൾക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പാർട്ടിക്ക് പരാതി കൊടുത്തത്. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ AICCക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, വിമർശനങ്ങൾ, വിവാദങ്ങൾ ഇതൊക്കെ ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു എന്ന് ഇതുവരെ ഒരു അന്വേഷണ സംവിധാനത്തിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു യുവതിയും നേരിട്ട് പരാതി നൽകിയിട്ടില്ല. ക്രൈംബ്രാഞ്ച് സമീപിച്ചപ്പോൾ നിയമപരമായ നടപടിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞതെന്നാണ് പുറത്തുവന്ന വാർത്തകൾ. എന്താണ് ഇതിലെ വാസ്തവം? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വൈബ്രൻ്റായ ഒരു നേതാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം, ഗൂഢാലോചന ഇതൊക്കെ നടന്നിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ പുറത്തു വരേണ്ട കാര്യമാണ്. കാരണം പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഇനിയും ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും നേരിടേണ്ടി വന്നേക്കാം. ആർക്കെതിരെയും എന്തും പറയാം എന്നുള്ളൊരവസ്ഥ ഉണ്ടാകുന്നത് പൊതുസമൂഹത്തിന് യോജിച്ചതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ ചെറുപ്പക്കാരനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക? ഈ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായ വിജിൽ മോഹൻ ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു എങ്കിൽ ഈ പറഞ്ഞതൊക്കെ താൻ തിരുത്തി പറയുമെന്നും വിജിൽ മോഹൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രക്കും ഉറപ്പുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്യില്ല എന്ന് വിജിൽ മോഹനെ പോലുള്ള സഹപ്രവർത്തകർ കരുതുകയാണ്. ഇപ്പോഴും ചേർത്ത് പിടിക്കുകയാണ് വിജിൽ മോഹൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ. കാരണം പരാതിപ്പെടാൻ ഇതുവരെ ആരും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവർ ഉന്നയിക്കുന്ന ന്യായീകരണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് പോലും പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ഇതിനിടയിൽ നടന്നിരുന്നു. അത് പിന്നീട് പാർട്ടിയിലും വലിയ തോതിലുള്ള ചർച്ചയായി. അങ്ങനെ തൽക്കാലം MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെങ്കിലും പാർട്ടി എത്തിയത് ആശ്വാസകരം എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം കൂടി എല്ലാവരും ഉയർത്തുന്നുണ്ട്. തിരിച്ചു വരാൻ കഴിയും എന്ന് പറയുന്നവരും ആ പാർട്ടിയിൽ തന്നെയുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആ വിവാദം കത്തിപ്പടരുന്നതിനിടെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. സത്യമല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് തിരിച്ചു വരട്ടെ, ആ സംഘടനയെ വീണ്ടും നയിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെയാണ് വിജിൽ മോഹൻ നമ്മളുമായി പങ്കുവച്ചത്. കണ്ണൂർ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.